ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. മത്തങ്ങയോടുള്ള സ്നാക്കാണ് ഇന്ന് മത്തങ്ങ ബജ്ജി. മത്തങ്ങയുടെ ഇളം മധുരവും പിന്നെ ബജ്ജിയുടെ എരിവും കായവും ജീരകവും ഒക്കെ കൂടി ചേർന്ന് നല്ല സ്വാദാണ്. വേഗം ഉണ്ടാക്കാനും പറ്റും. ഇത് ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു മത്തങ്ങയാണ്. ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് ബജ്ജിയും കായ ബജ്ജിയും ഒക്കെ പോലെ തന്നെ ടേസ്റ്റിയാണിത്. വല്ലാണ്ട് പഴുത്ത മത്തങ്ങ അവർ തന്നേ ഉള്ളൂ, അപ്പോൾ മുറിച്ചെടുക്കാം. ഈ 2 കഷ്ണങ്ങളും വേണ്ടിവരും നമുക്ക് ബജിക്ക്. പാകത്തിന് വലുപ്പത്തിൽ ബജിക്ക് വേണ്ടത്ര കനത്തിൽ മുറിച്ചെടുത്തിട്ട് തൊലി കളയാം. തൊലി കളഞ്ഞ ശേഷം മുറിക്കാമാവാം, ഏത് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഉള്ളിലത്തെ ഭാഗം കളഞ്ഞെടുത്തിട്ടുണ്ട്, ഇനി മുറിക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് മുറിച്ചിട്ട് തൊലി കളയണത്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് അരിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, പാകത്തിനൊപ്പ്, ജീരകപ്പൊടി 1 ടീസ്പൂൺ, നല്ല ഫ്ലേവർ ഉണ്ടാവും ബജിക്ക്, കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി വെള്ളം ചേർത്ത് മാവ് ഉണ്ടാക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കാം. അധികമായി വല്ലാണ്ട് ലൂസായി പോകും മാവ്, അപ്പോൾ മത്തങ്ങ കഷ്ണങ്ങളിൽ പിടിക്കില്ല. ഇനി ഇത്തിരി കൂടി വെള്ളം വേണ്ടി വരും. കടലമാവും അരിപ്പൊടിയും വെള്ളം അബ്സോർബ് ചെയ്യുന്ന നല്ലോണം, അപ്പോൾ അത് നോക്കി പാകത്തിന് ഒഴിക്കണം. വെള്ളം അധികമാണെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്താലും മതി. ഇനി 2 ടീസ്പൂൺ എള്ള് ചേർക്കാം. എല്ലാം ബജിയിലും മാവണത്ര വേണം, കാണാനും നല്ല ഭംഗിയാണ് എള്ള് ചേർത്താൽ. ഇപ്പോൾ മാവിൻ്റെ കട്ടി പാകമായിട്ടുണ്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടി വേണം. ഇത് പാകമാണ്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ്. പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടാം. എണ്ണ ചൂടാവണ വരെ ഹൈ ഫ്ലെയിം മതി. അത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കാം. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്, പിന്നെ തിരിച്ചിടാം. മത്തൻ പീസസ് മാവിൻ്റെ കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്ത് വരും. അപ്പോൾ ആയിട്ടുണ്ട്, ഇനി കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്യാം. നല്ല സ്വാദുള്ള മത്തങ്ങ ബജ്ജി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ കൂട്ടാൻ വെച്ചാൽ കഴിക്കാത്ത കുട്ടികളും ഈ സ്നാക്ക് ധാരാളം കഴിച്ചോളും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ കൊടുത്ത കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.